ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ നമുക്ക് എത്ര GB റാം ആക്ച്വലി ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളുടെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ലേറ്റസ്റ്റായിട്ട് വരുന്ന ഫോണുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും, റാം കൂടിയ ഫോണുകൾ കൂടുതലായിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അത്രയും കൂടിയ റാമുള്ള ഫോണുകൾ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഇപ്പോൾ 2 GB റാം, 4 GB റാം, 6 GB റാം, 8 GB, 12 GB അങ്ങനെ പോയി 32 GB അങ്ങനെ അതിലും കൂടുതൽ റാമുകൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിലെല്ലാം ലഭ്യമാണ്. അപ്പോൾ സത്യത്തിൽ എന്താണ് ഈ റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, അത് എന്താണ് അതിൽ ഫങ്ഷൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഫയലുകളെല്ലാം റാമിലേക്ക് ലോഡാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ റാമിൽ നിന്നാണ് നമുക്ക് പിന്നീട് അത് നമ്മൾ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്ത് നമ്മൾ അത് കാണുന്നത്. ഇപ്പോൾ ഫോട്ടോയായാലും വീഡിയോ ആയാലും ഗെയിംസ് ആയാലും എല്ലാം അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഒരേ സമയത്ത് എത്ര ആപ്പുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കുറേ ആപ്പുകൾ നമ്മൾ ജിമെയിൽ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാം നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ആ ഫോണിൽ നമ്മൾ ആ ആപ്പുകൾ നമ്മൾ ഡിലീറ്റ് ആകാതെ നമ്മളുടെ ഫോണിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പാകത്തിന് എത്ര കണ്ട് ആപ്പുകൾ നമുക്ക് ഒരേ സമയത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നത് ആ റാമിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമുക്കത് ലഭ്യമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് റാം കൂടിയ ഫോണുകളിൽ നമുക്ക് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഫയലുകളെല്ലാം പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നിരുന്നാലും നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് എത്ര GB റാം വേണ്ടി വരും എന്നുള്ളതാണ്. അത് നമുക്ക് ഒരു 8 GB റാമിൻ്റെ ഫോൺ അധികമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരേ സമയത്ത് നമ്മൾ ഒരു പരിധി വിട്ട് ഒരു 50ഓളം ആപ്പുകളൊന്നും ഒരേ സമയത്ത് നമ്മൾ മാറി ആക്സസ് ചെയ്യുന്ന ഒരു പ്രവണത നമുക്കുണ്ടാവില്ല. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്, അവർക്ക് അതെല്ലാം ആക്സസ് ചെയ്യുന്നതിനൊരു ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 8 GB റാം എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ സോണാണ്. പിന്നെ കൂടി വന്ന ഒരു 12 GB റാം, അതിൽ കൂടുതൽ റാമിൻ്റെ ആവശ്യം സാധാരണഗതിയിൽ ഒരു നോർമൽ ഫോൺ യൂസേഴ്സിന് യാതൊരു ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഈ റാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോൺ സ്റ്റോറേജിൽ നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഗെയിം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റോറേജിൽ നിന്ന് അത് റാമിലേക്ക് ലോഡ് ആവുകയും അതിൽ നിന്ന് നമ്മളത് ആക്സസ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമുള്ള സംഗതി മാത്രം റാമിൽ സ്റ്റോർ ചെയ്യുകയും അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ടൊരു 12 GB റാം കപ്പാസിറ്റി ഉള്ള ഫോൺ തന്നെ ധാരാളമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഗെയിംസ് എല്ലാം കാണുന്നതിനും കളിക്കുന്നതിനൊക്കെ ആയിട്ട് 12 GB റാം ഫോൺ ധാരാളമാണ്. 8 GB റാം ഫോണുണ്ടെങ്കിൽ തന്നെ നമുക്ക് കംഫർട്ടബിളാണ്. അതിൽ താഴെയുള്ള ഫോണുകളും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 8 GB റാം എങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് ഫോണുകളിൽ അതിൻ്റെ ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 8 GB അല്ലെങ്കിൽ 12 GB റാം നമ്മൾക്ക് ഒരു മാക്സിമം ലിമിറ്റ് ആ ഫോണുകൾ തന്നെ ധാരാളമാണ്. അതിൽ കൂടുതലുള്ള റാം വരുന്ന ഫോണുകൾ കൊണ്ട് പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. പിന്നെ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ കമ്പനിക്കാരെല്ലാം അതൊരു പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് വിപണിയിൽ എത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത.
അപ്പോൾ ഫോൺ വാങ്ങിക്കുമ്പോൾ റാം നോക്കി വാങ്ങിക്കുമ്പോൾ ഈ റേഞ്ചിലുള്ള റാമുകൾ നല്ലതാണ്. അപ്പോൾ അത് മാത്രമല്ല, റാം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റായിട്ടുള്ള റാമുള്ള ഫോണുകൾ, അത് 8 GB ആയാലും 12 GB ആയാലും അതിൻ്റെ ഉപയോഗിക്കുന്ന റാം ൻ്റെ മേക്ക് ഫാസ്റ്റായിട്ടുള്ള റാമുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് നമ്മൾ റാം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇതിൽ തന്നെ LPDDR4X, LPDDR5X, LPDDR3 ഈ റാമുകളെല്ലാം സ്പീഡ് ഉള്ള റാമുകളാണ്. അതുപോലെ തന്നെ റാമിൻ്റെ കാര്യം നോക്കുമ്പോൾ വെർച്വൽ റാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫോണുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് വെർച്വൽ റാം എന്നും അത് എൻ്റെ ഗുണമാണോ നല്ലതാണോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.